SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. മാർച്ച് 2024 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് AB as its diameter, വാട്ട് ആർ ദ പൊസിഷൻസ് ഓഫ് P ആൻഡ് Q ഫോർ ദിസ് സർക്കിൾ? അതായത് AB വ്യാസമായിട്ട് ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ, AB വ്യാസമായിട്ട് വരുന്നൊരു വൃത്തം വരച്ചാൽ PQ എന്നീ ബിന്ദുക്കൾ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിലോ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ AB വ്യാസമായിട്ടൊരു വൃത്തം വരച്ചാൽ ഇതിൻ്റെ മൂന്നാം മൂല Aയും Bയും Pയും ത്രികോണത്തിൻ്റെ മൂന്നാം മൂല 110 ഡിഗ്രി, അതായത് 90 ഡിഗ്രിയിൽ കൂടുതലായതുകൊണ്ട് ഇത് വൃത്തത്തിനകത്തെ ബിന്ദുവാണ്. ഈ Q എന്ന് പറയുന്നത് ഈ കോണളവ് 80 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയിൽ കുറവായതുകൊണ്ട് അത് വൃത്തത്തിന് പുറത്തെ ബിന്ദുവാണ്. 90 ഡിഗ്രി ആയിരുന്നുവെങ്കിൽ വൃത്തത്തിലെ ബിന്ദുവായേനെ. അപ്പോൾ ഇവിടെ ആൻസർ: പോയിൻ്റ് P ഈസ് ഇൻസൈഡ് ദ സർക്കിൾ സിൻസ് ആംഗിൾ APB, ഇത് ആംഗിൾ APB ഇത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് ആംഗിൾ APB, അതുകൊണ്ട് P ഇൻസൈഡ് ദ സർക്കിളാണ്. അതായത് ആംഗിൾ APB സമം 110 ഡിഗ്രി, 90 ഡിഗ്രിയിൽ കൂടുതലായതുകൊണ്ട് P എന്ന ബിന്ദു വൃത്തത്തിന് അകത്താണ്. അതുപോലെ തന്നെ Q എന്ന ബിന്ദു, പോയിൻ്റ് Q ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ സിൻസ് ആംഗിൾ AQB ലെസ് ദാൻ 90, ആംഗിൾ AQB 90യേക്കാൾ കുറവാണ്. ആംഗിൾ AQB 90യേക്കാൾ കുറവായതുകൊണ്ട് ഇത് Q ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ആംഗിൾ AQB സമം 80 ഡിഗ്രി, അത് ലെസ് ദാൻ 90, 90യേക്കാൾ കുറവാണ്, അതുകൊണ്ട് Q എന്ന ബിന്ദു വൃത്തത്തിന് പുറത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഹീമോഗ്ലോബിൻ ലെവൽസ് ഇൻ ഗ്രാംസ് പെർ ഡെസിലിറ്റേഴ്സ് ഓഫ് 7 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. 12.9, 12.0, 12.6, 12.5, 14.1, 13.7, 13.4. ഫൈൻഡ് ദ മീഡിയൻ ഹീമോഗ്ലോബിൻ ലെവൽ. 7 കുട്ടികളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഗ്രാം ഡെസിലിറ്ററിൽ ചുവടെ കൊടുത്തിരിക്കുന്നു. ഹീമോഗ്ലോബിൻ്റെ അളവിൻ്റെ മധ്യമം കണക്കാക്കുക. മീഡിയൻ അല്ലെങ്കിൽ മധ്യമം കണക്കാക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 7 ഒബ്സർവേഷൻസ് ആണുള്ളത്, 7 എണ്ണം. അപ്പോൾ അവയെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഏറ്റവും ചെറുത് മുതൽ വലുത് വരെ അറേഞ്ച് ചെയ്യണം. 7 എണ്ണം ഉള്ളപ്പോൾ അതിൻ്റെ നടുക്ക് വരുന്നത്, ഏറ്റവും നടുക്ക് വരുന്നതാണ് മീഡിയൻ എന്ന് പറയുന്നത്. അതായത് n എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആകുമ്പോൾ n+1/2 ഒബ്സർവേഷൻ, അതായത് 7 + 1 8, 8/2 എന്ന് പറയുമ്പോൾ 4, നാലാമത്തെ ഒബ്സർവേഷനാണ്, നാലാമത്തേതാണ് മീഡിയനായിട്ട് വരുന്നത്. അതായത് ഏറ്റവും നടുക്ക് വരുന്ന ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് 3 റൈറ്റിലേക്ക് 3 പോയിട്ട് നടുക്ക് നാലാമത്തേത് 12.9 ആണ് വരുന്നത്. ഇനി ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ n/2ത്തിൻ്റെയും n/2+1ൻ്റെയും ഹാഫ് എടുക്കണം. അതായത് ഇപ്പോൾ 10 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ 10/2 എന്ന് പറയുമ്പോൾ 5, അഞ്ചാമത്തെയും ആറാമത്തെയും ഒബ്സർവേഷൻസിൻ്റെ പകുതി എടുക്കണം. ഓഡ് നമ്പർ ആകുമ്പോൾ അതിൻ്റെ n+1/2 ഒബ്സർവേഷൻ എടുത്താൽ മതി. അതായത് ഇവിടെ 7 ആയതുകൊണ്ട് 7 + 1 = 8, 8ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 4, നാലാമത്തെ ഒബ്സർവേഷനാണ് ഏറ്റവും നടുക്കുള്ളത്. അതാണ് മധ്യമം അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത്. Question number 3: The sequence of perimeters of squares of sides 1 cm, 2 cm, 3 cm and so on form an arithmetic sequence. Write the sequence. What is the common difference? വശങ്ങൾ 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയുള്ള ചതുരങ്ങളുടെ ചുറ്റളവുകൾ സമാന്തര ശ്രേണിയിലാണ്. സമാന്തര ശ്രേണി എഴുതുക. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത്? ഇപ്പോൾ ഇവിടെ 3 സ്ക്വയർസിൻ്റെ ഒരു സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ ഒരു സമചതുരത്തിൻ്റെ വശം 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് 4 × 1 4, അതായത് ഒരു വശത്തിനെ 4 കൊണ്ട് ഗുണിക്കുന്നതാണല്ലോ സമചതുരങ്ങളുടെ ചുറ്റളവുകൾ. അപ്പോൾ ഒരു വശത്തിൻ്റെ 1 സെൻറ്റിമീറ്റർ ഉള്ളതിൻ്റെ 4 വരും, 2 സെൻറ്റിമീറ്റർ ഉള്ളതിൻ്റെ 4 × 2 8 വരും, 3 സെൻറ്റിമീറ്റർ ഉള്ളതിൻ്റെ 4 × 3 12 വരും. അങ്ങനെ പോകുന്നു, 4 8 12 എക്സെട്ര. അപ്പോൾ പെരിമീറ്റേഴ്സ് 4 8 12 എക്സെട്ര എന്ന് പോകുന്നു. സീക്വൻസ് എഴുതി. ആ സീക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ ശ്രേണി എന്ന് പറയുന്നതിൻ്റെ പൊതുവ്യത്യാസം 4 4 8 8 4 12, അപ്പോൾ 4 വീതം കൂട്ടി പോകുന്നു. അല്ലെങ്കിൽ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുന്നു.
മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുന്നു. എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. 8ൽ നിന്ന് 4 കുറച്ചാൽ 4, 12ൽ നിന്ന് 8 കുറച്ചാലും 4. അപ്പോൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം 4 എന്ന് കിട്ടുന്നു. Question number 4. A rectangular portion is shaded in a square of side 5 centimeters as shown in the figure. A dot is put inside the square without looking. Find the probability of the dot to be in the shaded region. 5 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൽ ചിത്രത്തിൽ കാണിച്ചതുപോലെ ചതുരാകൃതിയിലുള്ള ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഈ സമചതുരത്തിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത എന്ത്? അതായത് ഇപ്പോൾ ഈ സമചതുരത്തിൻ്റെ 4 വശവും 5 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ കാണുന്ന ചതുരത്തിൻ്റെ ഇത് നീളം 5 തന്നെയാണ്, വീതി 2ആണ്. അപ്പോൾ ഇത് വീതി 2 ആണെങ്കിൽ ഇത് 3 തുല്യ ഭാഗങ്ങളല്ല. കാരണം 2 പോയിട്ട് ബാക്കി 3ആണ് ഇത് 2ഉം കൂടി വരുന്നത്. അപ്പോൾ ഇത് തുല്യഭാഗങ്ങളല്ലാത്തത് കൊണ്ട് ഇത് 1/3 എന്ന സാധ്യത എഴുതാൻ പാടില്ല. കാരണം പടം കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിയാലും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് 5ഉം ഇത് മൊത്തം 5ആണ്. ഇത് മൊത്തം 5അല്ലേ, അതിനകത്ത് 2 ഇവിടെ വന്നിട്ടുള്ളൂ, ബാക്കി ഇത് 2ഉം കൂടി 3ആണ്. അപ്പോൾ ഇത് ഈക്വൽ അല്ല, 3ഉം ഡിവിഷനും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഇത് പ്രോബബിലിറ്റി 1/3 എന്ന് എഴുതാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഏരിയ എത്ര ഉണ്ടെന്ന് നോക്കുക. പിന്നെ ഇതിൻ്റെ ഭാഗത്തിന് മാത്രം ഏരിയ കണ്ടുപിടിക്കുക. ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ സമചതുരം ആയതുകൊണ്ട് 5 × 5 25 വരും. പിന്നെ ചതുരത്തിൻ്റെ മാത്രം ഏരിയ എന്ന് പറയുമ്പം അതിൻ്റെ നീളം 5ഉം വീതി 2ഉം ആയതുകൊണ്ട് 5 × 2 10. അപ്പം 10/25 ആൻസർ വരുന്നത്. ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ 25 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ 2 × 5 is equal to 10 centimeter square. Therefore, probability of the dot to be in the shaded region 10/25, that is 2/5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സമചതുരത്തിൻ്റെ പരപ്പളവ് 5 സ്ക്വയർ 25 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഷെയ്ഡ് ചെയ്ത ചതുരത്തിൻ്റെ പരപ്പളവ് 5 × 2 10. സാധ്യത 10/25, അതായത് 2/5. ഇതുവരെ 4 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. ഈ 4 ക്വസ്റ്റ്യൻ 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഒരെണ്ണത്തിന് കിട്ടുന്ന മാർക്ക് 2ആണ്. അതായത് 3 × 2 6 മാർക്കാണ് മുഴുവൻ ശരിയാക്കുന്ന ആളിന് കിട്ടുന്നത്.